Hello guys, welcome to my YouTube channel. Welcome back to another vlog. ലാസ്റ്റ് നമ്മൾ വെഡ്ഡിങ് വ്ളോഗാണ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടിച്ച് പൊളിച്ചൊരു വെഡ്ഡിങ് ആയിരുന്നു അത്. അപ്പോൾ ഇന്നും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളതിൻ്റെ ആഫ്റ്റർ ദ വെഡ്ഡിങ് റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അവിടെ, അതായത് ചെക്കൻ്റെ വീട്ടിൽ. അപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ പെണ്ണിൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ ചെക്കൻ്റെ വീട്ടിലൊരു സൽക്കാരം ഉണ്ടാവും. അപ്പം അതിന് പോവും. അത് കൂടാതെ ഒരു റിസപ്ഷനും ചെക്കൻ്റെ വീട്ടിൽ നടത്താറുണ്ട്. അപ്പം രണ്ടും കൂടെ ഇന്നാണ്. അപ്പം ഈ സൽക്കാരത്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലോസസ്റ്റ് റിലേറ്റീവ്സ് ആരൊക്കെയാണ് പെണ്ണിൻ്റെ വീട്ടിലെ അവരൊക്കെയാണ് പോവുക. അപ്പം ഇന്ന് നമ്മൾ അതൊക്കെ പോകണം. അത് കഴിഞ്ഞിട്ട് ചെക്കൻ്റെ വീട്ടിൽ, അതായത് ചെക്കൻ്റെ മെയിൻ റിലേറ്റീവ്സ്, അവർ ചെക്കൻ്റെ ഫ്രണ്ട്സ്, അവരെല്ലാവരും കൂടെയുള്ള റിസപ്ഷൻ അതും ഉണ്ടാവും. അപ്പം നമ്മൾ ഏറ്റവും ക്ലോസസ്റ്റ് റിലേറ്റീവ്സ് റിസപ്ഷനും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രണ്ടും കൂടെ ആയിട്ട് വളരെ ഹെക്റ്റിക്കായൊരു ഡേ ആയിരിക്കും. നമ്മളിപ്പോൾ രാവിലെ സൽക്കാരം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആണ് റിസപ്ഷൻ. അതും കഴിഞ്ഞിട്ടാണ് നമ്മളിനി തിരിച്ചു വരിക. അപ്പം എന്താ പറയുക, ഒരു ലോങ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഞാൻ പോകെ ഇന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്താ നമുക്ക് നോക്കാം. ഒരു അടിപൊളി വ്ളോഗാവട്ടെ. അടിപൊളി വ്ളോഗായിരിക്കും. കാരണം നമ്മുടെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട്. കണ്ണൂരാണ്. സൗണ്ടൊക്കെ ചെറുതായിട്ട് പോയി തോന്നുന്നു. ട്രാവൽ ചെയ്യണ്ട. അപ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ച് പോവാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെവിടേക്കാ പോകുന്നേ? അത് അശ്വതിയുടെ അജയിന്റെ റിസപ്ഷന് പോവാണ്. അപ്പൊ ആർ യു ഗൈസ് റെഡി ഫോർ ദ ഫൺ? മ്യൂസിക് ഓൺ. പിറന്നേ കൊടി പറന്നേ നിന്നെ താഴെ മാനത്തുവാ കുയിലമ്മ പെണ്ണിന്റെ പഞ്ചാരത്തുണ്ടിലെ പാടാത്ത പാട്ടും പകർന്നു നൽകാം. പകർന്നു നൽകാം. ഓ ഞാൻ പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ. എന്റെ എല്ലാം എല്ലാം എല്ലേ എന്റെ എല്ലാം എല്ലാം എല്ലേ എന്റെ ചേടത്തൽ ചെമ്പരുന്നല്ലേ എന്റെ കാലിലെ കാണാ പാദസരം ഞാൻ വെച്ചിട്ടാണ് തുടങ്ങുന്ന തങ്കഭസ്മക്കൂരിലിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയം നിന്ന് മുടക്കും ഞാൻ. ബ്ലോഗർ ദിവ്യ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മള് ചെക്കൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോഴുണ്ടോ? അല്ലേ എടുക്കാം. ഹലോ.
ഷുഗർ ഡയറ്റ് ഉണ്ടോ സുചേട്ടന്ന്? സുനിയേട്ടാ ഷുഗർ ഡയറ്റ് ഉണ്ടോന്ന്? നാച്ചുറൽ ഷുഗർ, പൈനാപ്പിൾ, വാട്ടർമെലൺ. എന്ത് പഴക്കൊല കൊണ്ടിരുന്ന എടുത്തിനാ എടുത്തിട്ടുണ്ട് കേട്ടാ. ഇതാ എന്താ കുപ്പ ചായ കുടിച്ചല്ലേ അപ്പത്തേക്കും ചോറ് കഴിക്കാൻ വന്നിരിക്കാൻ. നല്ല മണമായിരുന്നു. ഫുഡ് കഴിക്കാൻ നമ്മൾ ചായ കുടിച്ച ഉടനെ അല്ല കേട്ടോ ഫുഡ് കഴിക്കണത്. ചായ കുടിച്ച് പിന്നെ നമ്മൾ വീടൊക്കെ കണ്ട് ഇതിലേക്ക് കുറച്ച് നേരം തേരപ്പാര നടന്ന് അതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. പറഞ്ഞാൽ ശരിയാണ്, നല്ല മണമായിരുന്നു. ചാർ 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 താങ്ക് യു. ചിക്കൻ വേണോന്ന് അല്ല, ഇപ്പോൾ ഒരു കാരണമില്ല ഉണ്ടായില്ല. പായസം എങ്ങനെ കുടിച്ചക്കൂ? പായസം എങ്ങനെ കുടിച്ച? ഗ്ലാസ്സിലാണോ കുടിച്ചത്? എല്ലാം ഒഴിച്ചിട്ടാണോ കുടിച്ചത്? അതല്ല ഒഴിച്ചത്. അങ്ങനെയല്ല കുടിക്കേണ്ട പായസം, ഇലയിൽ ഒഴിച്ചിട്ടാ കുടിക്കേണ്ടത്. ഇങ്ങനെ പഴമൊക്കെ കൂട്ടിയിട്ടാ ഇങ്ങനെ ഇലയിൽ പായസം ഒഴിക്കാം. അയ്യോ ഒഴുകിപ്പോണ് ഒഴുകിപ്പോണ്. ഇങ്ങനെ കുടിക്കാം. പഴം കൂടെ കുഴക്കണമെന്നുണ്ട്, പക്ഷെ ഒരു കയ്യിൽ ഫോണാണ്, നടക്കണില്ല. വെറുതെ പറയണ്ട ഗൈസ്, അവർക്ക് ഇഷ്ടമല്ല പഴം കൂട്ടി. സത്യമായിട്ട് ഇഷ്ടമാണ്. ഇനി തക്കോ ശരിന്നാ അമ്മ ഭയങ്കര ബിസി, ഞങ്ങളെ മൈൻഡാക്കണില്ല. അമ്മ കേക്കുണ്ട്. ഹലോ, ഇപ്പം നമ്മൾ റിസപ്ഷൻ പോയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വേഷം. മുടി ഇങ്ങനെ കേട്ടോ, ചൂടെടുത്തിട്ട് ഇങ്ങനെ വെച്ചതാണ്. ബ്രൈഡിനെ കാണിച്ചു. നമ്മുടെ സുന്ദരിയായ ബ്രൈഡിൻ്റെ കോസ്റ്റ്യൂം. നിന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം നീക്കും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ ആകാശത്തോപ്പിൻ കിന്നരൻ മണിവല തിളങ്ങണ കയ്യാലേ അജയുടെ അശ്വതിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക. യെസ്, അഭ്യർത്ഥിക്കുകയാണ്. ആഘോഷം തുടങ്ങാം. ஊரே ஆடுவேன், அதுக்கு ஒரு அடிய போட்டு விடுவோம். പള്ളിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട.
വിട മാട്ടേ വിട മാട്ടേ அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்டே உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிற்க இன்னைக்கு துர்காஷ்டமி உன்னை நான் கொண்டு உன் ரத்தத்தை குடிச்சு ஓக்கார ഇതിവിടെ പ്ലേ ചെയ്തപ്പോൾ ഇവിടെ പലർക്കും ഇത് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം. ആർക്കെങ്കിലും ഒക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ആ അഭിനയിച്ചേയും സുനിയേട്ടനെയും സ്വാഗതം ചെയ്യുന്നു. അശ്വതിയുടെ സിസ്റ്റർ ആൻഡ് ബ്രദർ-ഇൻ-ലോയായ നല്ലൊരു കാര്യം. ഓഡിയൻസിന്റെ മറ്റൊരു സജഷൻ ആണ് ദിവ്യച്ചിയും കൂടെ സ്റ്റേജിലേക്ക് വരണം. ദിവ്യച്ചിന്റെ കൂടെ സുജിതേട്ടനെയും കൂടെ സ്റ്റേജിലേക്ക് രണ്ടുപേരും. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ള ഞാൻ പറഞ്ഞില്ലേ അന്നയ്ക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോകണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോകണ്ട. അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்டே. உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிற்ப. இன்னைக்கு துர்காஷ்டமி உன்னை நான் கொண்டு உன் ரத்தத்தை குடிச்சு കഠിനമായ പ്രാക്ടീസ് നടത്തി ഈ ഒരു ഇവന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ചാരുവിന് നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ചാരു ഓൺ സ്റ്റേജ്. എന്താക്കും ഫുഡ് കഴിക്കാൻ തന്നെയാ അതിന് മാത്രം so hot here. So hot. ഇഷാദി സോറി കേട്ടോ ഇഷാനി ഇഷമതി കഴിക്കട്ടെ കേട്ടോ ഗൈസ്. ഹലോ ഗൈസ്,
അതിനോ തുടങ്ങിയ ഡിഫറെൻ്റ് ആളാണ് വ്ളോഗ് എടുക്കുന്നത്, തുടങ്ങിയ ആളല്ലാന്ന് എനിക്കറിയാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് റിസപ്ഷൻ അടിപൊളിയായിരുന്നു. നല്ല ഫുഡ്, ഡാൻസ്, വൈബ്, പാട്ട് എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ്. നല്ല ടയേർഡായിരിക്കുകയാണ്. തുടങ്ങിയ ആളിത് അവിടെ എന്തോ ചെരിഞ്ഞ ആനനെ പോലെ കിടക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എൻജോയ് ചെയ്യുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചേച്ചി ബൈ.